ലാൽ, എത്രയൊക്കെ രാഷ്ട്രീയ വിമർശനം നേതൃത്വത്തെ വിമർശിച്ചാലും തരൂർ വേണമെങ്കിൽ സ്വയം പൊക്കോട്ടെ എന്നൊരു ലൈൻ സ്വീകരിച്ച് നിൽക്കും എന്നാണ് ശ്രീകുമാർ പറയുന്നത്. കോൺഗ്രസിന് അങ്ങനെ എത്ര നാൾ കഴിയും? ഈ ശ്രീകുമാരേട്ടൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പം ഈ അക്കരെ അക്കരെ സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ ഈ മോഹൻലാലിന് മുന്നിൽ ഇരിക്കുമ്പം ഈ അടി കൊടുത്തിട്ട് ഞാൻ ഇനിയും ഞാൻ സഹിക്കും എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ശ്രീകുമാരേട്ടൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൃത്യമായി നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. എന്താണ്? ശശി തരൂർ എടുക്കുന്ന പണി BJP ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ മിണ്ടത്തില്ല. അതെന്താ കാര്യം? അതിനൊരു കാരണം വേണ്ടേ? നിങ്ങൾ എന്താണ് ശശി തരൂരിൽ ഭയക്കുന്നത്? ശശി തരൂർ നിങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കകത്ത് ഇരുന്നിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് മറ്റാർക്കും എതിരെ നടപടി എടുത്തിട്ടില്ലേ? എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാത്രം നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു? അതിനൊരു റീസൺ കോൺഗ്രസിന്റെ ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചകുച്ചടക്കി നിൽക്കുമെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് ഇത് അറിയാൻ ഒരു താല്പര്യമില്ലേ? നിങ്ങൾ ഇതിന് ഭയക്കുന്നതെന്ന് അറിയാൻ താല്പര്യം വരത്തില്ലേ? പിന്നെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറയുന്ന സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ മൊട്ടയടിക്കുമെന്ന് പറയുന്ന സുഷമാ സ്വരാജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചില്ല. അന്നും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് ആർക്കായിരുന്നു ഇവിടെ വരുന്നത്? പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞവരാണ് ഇവിടെ ഉള്ളത്. അത് BJP ഭയന്ന് BJP എങ്ങനെ അത് ട്വിസ്റ്റ് ചെയ്യുമെന്ന് അറിയാൻ പേടിച്ചിട്ട് നിങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒഴിവാക്കി. എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വീക്ക് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ അധികാരം മൊത്തം സോണിയാഗാന്ധിയുടെ കയ്യിലാണ് ഇരുന്നത്. ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ബുക്ക് തന്നെ സഞ്ജയ് വാര്യർ എഴുതി. അങ്ങനെ എഴുതാനുള്ള അന്തരീക്ഷം എങ്ങനെ ആരുണ്ടാക്കി കൊടുത്തു? നിങ്ങൾ ആ നേതാവ് ആ പറയുന്ന നേതൃത്വത്തിലേക്ക് വന്നില്ല. നിങ്ങൾ ഒളിച്ചോടിപ്പോയി അവിടുന്ന് BJP ഭയന്ന് അല്ലേ നടന്നതല്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മൻമോഹൻ സിംഗിനെ എങ്ങനെ ആക്കി എന്നുള്ളതാണ്. BJP ക്കാർ പറഞ്ഞു ഞങ്ങൾ മുട്ടയടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മുട്ടയടിക്കും ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാൽ. എന്നാൽ പിന്നെ വേണ്ടെന്ന് വെച്ചു. അല്ല പിന്നെ എന്താ സംഭവിച്ചേ?